ഹലോ ഗായ്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള DIY സ്റ്റിക്കേഴ്സാണ് കേട്ടോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. ഇങ്ങനെ അപ്പോൾ ഞാൻ ഫസ്റ്റ് എ4 ഷീറ്റിൽ ഇങ്ങനെ കുറച്ച് ഡ്രോയിങ്സ് ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. കവായി സ്റ്റിക്കേഴ്സ് എന്നൊക്കെ അടിച്ചെടുത്ത് നിങ്ങൾക്ക് ഇനിയും കുറച്ചും കൂടി സ്റ്റിക്കേഴ്സിൻ്റെ ഇമേജസ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ഡ്യൂഡു ബോബും കൂടെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കണ്ണാടിയായിട്ട് ഞാൻ ബ്ലാക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലും കൂടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കൊടുത്തിട്ട്. ലാസ്റ്റ് കാണാനായിട്ട് നല്ല മാസ്സായിട്ടുണ്ടാവും. കാരണം അത്രയ്ക്ക് എനിക്ക് നല്ല ഷോ കാട്ടി നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ആ ബൊമ്മ. എനിക്കെന്തോ നല്ല ഭംഗിയൊക്കെ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായൊന്നുമില്ല എന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടമായി. കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ടൊക്കെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് എടുത്തത് പിൻട്രസ്റ്റിൽ നിന്നാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിലോ അല്ലെങ്കിൽ പിൻട്രസ്റ്റിൽ നിന്ന് തന്നെ എടുക്കാം. നല്ല നല്ല പിക്ചേഴ്സ് തന്നെ നിങ്ങൾക്ക് കൂടുതൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ട് സ്റ്റിക്കർ ഇങ്ങനെ മേക്ക് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഇതേപോലെ ഒരു ലിഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എടുത്ത ലിഡ് എന്ന് വെച്ചാൽ ഒരു സ്വീറ്റ് ബോക്സിൻ്റെ ഒക്കെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്റ്റീൽ പോലത്തെ എന്ത് സ്റ്റെയിൻലെസ് സ്റ്റീലോ ഇങ്ങനെ കുറേ പോലെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയിലായിട്ടൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്യരുത്. കറക്റ്റായിട്ട് നമ്മൾ ഔട്ടർ ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ പിക്ചേഴ്സ് നമ്മൾ അങ്ങനെ വെക്കുക. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടില്ലേ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ ഞാൻ മറ്റേ പാത്രത്തിൻ്റെ ഒരു മൂടിയില്ലേ, പാത്രമല്ല ഒരു ഡപ്പ, ആ ഡപ്പയുടെ മൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് നമ്മൾ സെല്ലോ ടേപ്പ് ഉണ്ടല്ലോ, ഈ സാധനം നമ്മൾ എല്ലാ വ്ളോഗിലും ഇടയിൽ വരുന്ന ഒരാളാണല്ലേ, എല്ലാവർക്കും ഇതിനെ കണ്ട് പരിചയമുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതേപോലെ എടുത്തിട്ടുണ്ട്, ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ടുണ്ട്. അത് എവിടെ ആ ടേപ്പിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ തന്നെ 1 മണിക്കൂറാവും. അതെങ്ങനെയൊക്കെയോ തപ്പി പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ലൈനായിട്ട് നമ്മൾ ആ പാത്രത്തിൻ്റെ സോറി നമ്മൾ അതിൻ്റെ മൂടിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ ഒട്ടിക്കണം. ഒട്ടിക്കാനായിട്ട് കുറച്ച് പാടൊക്കെ ഉണ്ട് കേട്ടോ. സിമ്പിൾ എന്നല്ല, അത്ര സിമ്പിളൊന്നും അല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പറയുമ്പോൾ എന്തൊക്കെയാണ് ഇങ്ങനെ പറയണതെന്ന്. ഞാൻ സംസാരിച്ച് വരുമ്പോൾ ഞാൻ എന്ത് സംസാരിക്കണമെന്ന് പോലും എനിക്ക് ലാസ്റ്റ് അറിയില്ല. കാരണം അത്രയും ഭ്രാന്ത് പോലെ ആയിരിക്കും ഞാൻ പറഞ്ഞു പോവുക. അപ്പോൾ ആരും അങ്ങനെ മടുക്കരുത്. അപ്പോൾ ചിലർ കാണുമ്പോൾ ഇങ്ങനെ സൗണ്ടൊക്കെ ഓഫാക്കി വെച്ചിട്ട് ആ വീഡിയോ മാത്രം കാണാമായിരിക്കും. ഞാനും ചില വീഡിയോസൊക്കെ അങ്ങനെയൊക്കെ കാട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യുക കേട്ടോ. ചെയ്യുന്ന പോലെ ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നും കാര്യമൊന്നുമില്ല, കാരണം അങ്ങനെ മനസ്സിലാവാത്തവരുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ കൂടെ തന്നെ ചെയ്തു വരിക. ഫസ്റ്റ് എല്ലാവരും കാണുമ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് അതിന് ശരിക്കും ചെയ്യാൻ തുടങ്ങാമല്ലേ. ഞാനും അതേ കേസാണ്. ബട്ട് നിങ്ങൾക്കും അതേപോലെയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും, അത് നിങ്ങളുടെ ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ നിറയെ വലിയ പീസായിട്ട് സെല്ലോ ടേപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിന് ശേഷം എല്ലാം ഇങ്ങനെ ഒട്ടിക്കാം. ഞാനിങ്ങനെ ഒന്നൊന്നായിട്ട് ലൈനായിട്ട് ഇങ്ങനെ ഒട്ടിച്ചത്. പക്ഷെ ലാസ്റ്റ് പോകുമ്പോൾ എനിക്ക് ഭ്രാന്തെടുത്ത്. അപ്പം ഞാൻ വേഗം എല്ലാം ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് ചെറിയ 2-3 പീസ് മാത്രം. അപ്പം അങ്ങനെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചിട്ടുള്ളത് മാത്രം. അപ്പം നിങ്ങൾക്ക് എന്നെ നോക്കിയിട്ട് തന്നെ ചെയ്യാം, നല്ല രസമുണ്ടാവും കേട്ടോ. ലാസ്റ്റ് അതിൻ്റെ ഫൈനൽ ടച്ച് ആയിരിക്കും കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ. ബട്ട് ഇത് കുറച്ച് എന്താ പറയുക, ഫ്ലോപ്പായി വന്ന പോലെ എനിക്ക് കുറച്ചൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്ര മോശമായിട്ട് പോയിട്ടൊന്നുമില്ല. ബട്ട് എടയിലൊക്കെ ഒരു തർക്കം പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഫീൽ ചെയ്തോന്നില്ലോ എന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നേരെ വീഡിയോ ആണല്ലോ. അപ്പോൾ ഇതേപോലെയൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ വീണ്ടും പറയണമെന്നൊന്നും വിചാരിക്കരുത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ വേറൊക്കെ ഒരു സൗണ്ട് വരുന്നത്, അത് എൻ്റെ കുറേ കുട്ടിപ്പട്ടാളംസ് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആയിട്ട് കുറച്ച് സൗണ്ടൊക്കെയാണ് കേട്ടോ. ഫോൺ നോക്കിയിരിക്കുന്ന കാരണം ഒരു സൗണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. നിങ്ങൾ ഈ വീഡിയോ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ
കറക്റ്റായിട്ട് തന്നെ ഞാൻ മെഷർമെൻ്റ് ഒന്നും കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ ടേപ്പിലും ഒന്നിലും ഞാൻ മെഷർമെൻറ്റ് പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കുക. അപ്പോൾ ഇതിന് മെഷർമെൻറ്റിൻ്റെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് നമ്മൾ അങ്ങനെ എടുക്കേണ്ടതൊന്നും ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒരു സ്റ്റിക്കർ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എത്ര സ്റ്റിക്കർ വേണം, എത്ര നീളം വേണം, എത്ര സ്റ്റിക്കർ ഒട്ടിക്കണം, അതിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഈ കാര്യങ്ങൾ ടേപ്പ് എടുക്കുക. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റിലൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ ഇതേപോലെ തന്നെ ഇട്ടെടുത്തിട്ടുള്ളത്. എത്ര നമ്മൾ സ്റ്റിക്കർ എടുക്കുന്നോ അപ്പോൾ അത്രയും സ്റ്റിക്കറിൻ്റെ അനുസരിച്ചിട്ടായിട്ട് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ടേപ്പ് കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ അതിന് കുറയാനും പാടില്ല, കൂടാനും പാടില്ല എന്നൊക്കെ ഒന്നും വേണ്ട. ഇത് കാരണം ഇത് സാധനമൊന്നുമല്ലല്ലോ, ഇതൊരു ഇതല്ലേ. അപ്പോൾ അത് കാരണമാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ടൊന്ന് സെറ്റൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ടേപ്പ് ഫുള്ള് ഫസ്റ്റ് അടിയിൽ വന്നിട്ട് അങ്ങനെ കറക്റ്റായിട്ട് ടേപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ സ്റ്റിക്കർ ഉണ്ടല്ലോ, ആ സാധനം എടുത്ത് അതിൻ്റെ മുകളിൽ വെക്കാം. എന്നിട്ട് അങ്ങനെ വേണം നമ്മൾ കറക്റ്റായിട്ട് വെക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് ആ വെച്ച ശേഷം വീണ്ടും മുകളിലായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് പിന്നെയും ഒരു കോട്ടും കൂടെ ഒന്ന് ടേപ്പ് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എനിക്കത് സ്റ്റിക്ക് ചെയ്യാൻ തന്നെ കുറേ നേരമായിട്ട്, കാരണം അതിൻ്റെ കുറച്ചും കൂടെ ഒന്ന് ഇത് കറക്റ്റായിട്ട് അതിനെ ഈക്വലായിട്ട് വെച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ പേപ്പർ നേരെ കാണും, പിന്നെ അത് കീറിപ്പോകും എന്നുള്ള കുറച്ച് പ്രോബ്ലമൊക്കെ ഉള്ള കാരണം ഞാനതിങ്ങനെ നേരെ ശ്രദ്ധിച്ചിട്ടൊക്കെ കേട്ടോ വെക്കുന്നത്. അല്ലെങ്കിൽ ഫുള്ള് പാളിപ്പോവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. കണ്ടില്ലേ ഞാൻ എത്ര നേരം കൊണ്ടാണ് ഇങ്ങനെ കാട്ടിക്കൊണ്ടേ ഇരിക്കുന്നതെന്ന്. പിന്നെ എൻ്റെ ഇടയിൽ ക്യാമറയിൽ നിന്നൊക്കെ പുറത്ത് പോകുന്നുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളൊന്നും വിചാരിക്കൊന്നും വേണ്ട. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ടേപ്പാക്കിയിട്ട് എടുക്കുക. അപ്പോൾ അതേപോലെയൊക്കെ തന്നെ ഇപ്പോൾ ചെയ്താൽ മാത്രം മതി കറക്റ്റായിട്ട്. അപ്പം ഇടയ്ക്ക് എൻ്റെ കൈയിൻ്റെ ഇടയ്ക്ക് ക്യാമറേൻ്റെ അടുത്തൊക്കെ എൻ്റെ കൈ ഒന്ന് ക്ലോസ് ചെയ്തു. സോറി, ഒന്ന് മൈൻഡ് ചെയ്ത്. അപ്പോൾ കറക്റ്റായിട്ട് കറക്റ്റായിട്ട് ഈക്വലായിട്ട് എല്ലാ ഭാഗവും ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നമ്മൾക്കറിയാമല്ലോ എങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒട്ടിക്കണം എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ നമ്മൾ അടിയിൽ എന്തിനാണ് ഒട്ടിക്കുന്നത് വെച്ചാൽ നമുക്ക് ബാക്കിലും കൂടെ കുറച്ച് ഗ്ലൂ ആയിട്ടുണ്ടാവും, സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. പിന്നെ നമ്മൾ വേറെ ഒരു പോലെ സ്റ്റിക്കർ ഉണ്ടാക്കും. അത് നമ്മൾ അടിയിലായിട്ട് ഒട്ടിക്കില്ല, മേലെ മാത്രം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന പോലെ ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചെന്നുണ്ടെങ്കിൽ അതും കുറച്ച് സിമ്പിൾ മെത്തേഡാണ്. ഇത് നമ്മൾ കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കുക. ഉണ്ടാക്കാൻ അത്ര പാടുമില്ല, അത്ര പാട് ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലയെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് പാടൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്കിടെ എവിടെയൊക്കെയോ മോശം ഇതുപോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് അതൊന്നും കാര്യമൊന്നുമില്ല, കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ് ഇങ്ങനെ ഒരു മെത്തേഡ്. അപ്പോഴൊന്നും കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനൊരു പെട്ടെന്നൊരു അവസരമായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റി, സ്റ്റിക്കറൊന്നും കയ്യിലില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. സിമ്പിൾ സാധനമാണ്. അപ്പോൾ പെട്ടെന്നൊരു അസൈൻമെൻ്റ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോജക്റ്റ് ആണ്, പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ പെട്ടെന്ന് സ്റ്റിക്കറിൻ്റെ ആവശ്യം വന്നു, ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കർ വേണം ബാക്ക്ഗ്രൗണ്ടിൽ ഒട്ടിക്കാനൊക്കെ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ കാണാനും നല്ല ഭംഗിയാണ്, പിന്നെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാനും വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ കുറച്ച് കട്ടിയായിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് ലാസ്റ്റ് ഇങ്ങനെ പീൽ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ചിങ്ങനെ ഡാമേജായി പോയ പോലെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ കഴിയും, കുറച്ച് കീറിയ പോലെ. അപ്പോൾ ഞാൻ വേഗം ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് അമർത്തിയിട്ട് ഒരു കോട്ടും കൂടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ലൈനായിട്ട് ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കട്ടർ എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഇപ്പോൾ സിസറിൻ്റെ ആവശ്യം വരില്ല, കാരണം സിസറും കൊണ്ട് നമുക്ക് യൂസ് ചെയ്തിട്ട് കാര്യമില്ല, ഒട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം, അതേ കട്ടറും അല്ലെങ്കിൽ ടിസേഴ്സൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ക്രാക്ക് ചെയ്തിട്ട് ചെയ്തത് കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെയൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക.
കണ്ടാൽ മനസ്സിലാവില്ല, പിന്നെ ഞാൻ വെറുതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പം അതേപോലൊക്കെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ സിമ്പിൾ ട്രിക്കാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ട്വിസേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സാധനം കട്ടറും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ടിൽ യൂസ് ചെയ്തിട്ടും എനിക്ക് കുളമായതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിലൊരു മാറ്റം തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം വേഗം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടൊക്കെ ഒന്ന് എടുക്കുക. അപ്പം അങ്ങനെ കണ്ടില്ലേ, ഈ ഒരു ട്വിസറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇടയിൽ. അപ്പോൾ പിന്നെ അങ്ങനെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പം പെട്ടെന്ന് തന്നെ ഓവർ തിക്കായിട്ടുള്ള ലിഡ് എടുക്കുക. കാരണം എനിക്ക് അത്രയ്ക്കും ആ ലിഡ് എടുത്തപ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക, തിക്കായി ഒരു ജാതി വേഗം ആ അത് സെലോടേപ്പ് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് കാരണം തന്നെ പേടിയായി, പെട്ടെന്ന് കേടെങ്ങനെ വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ കേടും വന്നിട്ടുണ്ടായിരുന്നു. അതിനെ പറഞ്ഞില്ല, ഞാൻ എത്ര പ്രാവശ്യം പറയാൻ നിങ്ങൾ വിചാരിക്കും. കാരണം ഞാൻ അത്രയ്ക്കും കേട് വന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ അതിനൊക്കെ എന്തൊക്കെയാ ചെയ്തിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുമുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര മോശമൊന്നായില്ല, ബട്ട് എന്നാലും ഏകദേശം എവിടെയൊക്കെയൊക്കെയോ ഒരു തർക്കം പോലെ ഉണ്ടായിരുന്നു. ബട്ട് അതൊക്കെ ഞാൻ ജസ്റ്റ് എങ്ങനെയൊക്കെയോ സോൾവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കറക്റ്റായിട്ട്. ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതേപോലെ രണ്ടാമത്തെ എടുക്കണം, അതേപോലെ മൂന്നാമത്തെ എടുക്കണം. കറക്റ്റ് നാലാമത്തെ ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആ സ്ഥലം പോരായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഓരോന്നാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കായിരുന്നു. ആ ഒന്നാമത്തെ രണ്ടാമത്തെ എടുക്കണം വല്ലാത്തൊരു പാടായിരുന്നു. പക്ഷെ മൂന്നാമത്തെ അത്ര ഒന്നും ആയിരുന്നില്ല കേട്ടോ. പിന്നെ സിമ്പിളുമാണ്. ആ ചെറുതും ആയത് കാരണം തന്നെ കുറച്ച് സിമ്പിളായതുപോലെ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എന്താന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഇനി നമ്മൾ സ്ക്വിഷി ഇല്ലോ അത് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സ്ക്വിഷി അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് സോറി ഗൈസ്, എൻ്റെ തലന്നിങ്ങനെ കാണുന്നത്. ഞാനത് ആലോചിച്ചില്ല, പെട്ടെന്ന് ഇങ്ങനെ എന്തൊക്കെയോ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ തല അങ്ങോട്ട് വന്ന് ഇടയിലേക്ക്. അപ്പോൾ സോറി ഗൈസ്. അപ്പോൾ ഇങ്ങനെ പകുതി മുക്കാൽ സൗണ്ട് പോയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോറി, അതിൻ്റെ ഇടയിലൊക്കെ ഒരു തല വന്നത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. സോറി, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വെളിയിലേക്ക് വന്നതാണ് ഗൈസ് എൻ്റെ മുടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എങ്ങനെ ഒന്നാമത്തെ സ്റ്റിക്കർ നമ്മൾ എങ്ങനെയൊക്കെ പെട്ടെന്ന് എടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ടാമത്തെ ഇങ്ങനെ അതേപോലെയൊക്കെ ഒന്ന് ജസ്റ്റ് പീൽ ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മൾ അതേപോലെ തന്നെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ കറക്റ്റാക്കി എടുക്കുക. അപ്പോൾ അത്രയുള്ള സിമ്പിൾ പരിപാടിയാണ്. അപ്പം നമുക്ക് പറ്റുന്ന പോലെ അത്രയ്ക്കൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചിലർക്ക് കിട്ടുന്നില്ല എന്നൊക്കെ ഉണ്ടാവും. നിങ്ങൾ ആരെങ്കിലുമൊക്കെ സിസ്റ്ററിനെയോ ബ്രദറിനെയോ ഇടയിലൊക്കെ വിളിച്ചിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയുക. അപ്പോൾ അതേപോലെ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആരെയും വിളിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ പെട്ടെന്ന് എന്നെ ഉദ്ദേശിക്കും, ഞാൻ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല. കാരണം ഞാൻ ഉണ്ടാക്കണമല്ലോ, ഞാൻ എനിക്ക് ഉണ്ടാക്കിയാൽ തന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ രണ്ടാമത്തത് കട്ടെടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നതിനും അതിൻ്റെ ആ മറ്റേ ബൊമ്മയുടെ എക്സ്പ്രഷനും ഒരേപോലെ ഉണ്ടായിരുന്നു. ഞാൻ വലിച്ചെടുക്കുക, അത് വരില്ലാതെ എനിക്ക് വേദനിക്കുന്നു എന്നുള്ളൊരു പോലെ ഒരു ഇമോജിയാണ് അതിൻ്റെ റിയാക്ഷൻ. അതിൻ്റെ ഇമോജിൻ്റെ ഫേസിൽ കാണുന്ന എക്സ്പ്രഷന്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അതിൻ്റെ ആലോചന പെട്ടെന്ന് വന്നു കേട്ടോ. അപ്പോൾ ഞാനതിന് പറയാൻ കാരണം ഞാൻ അതിനായിട്ട് വലിച്ച് കയറി കറക്റ്റായിട്ടൊന്ന് ഫിറ്റ് ചെയ്തെടുക്കണം. സോറി കറക്റ്റായിട്ടൊന്ന് വലിച്ചെടുക്കണം.
അപ്പം അങ്ങനെ രണ്ടാമത്തതും ഞാൻ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തത് ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ക്യാമറയിൽ പുറത്ത് പോകും ഞാൻ. അപ്പം അതേപോലെ തന്നെ ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. സോറി ഗൈസ്, അതൊന്നും മൈൻഡ് ചെയ്യരുത്, ഞാൻ ചെയ്യുന്നത് മാത്രം നിങ്ങൾ മൈൻഡ് ചെയ്താൽ മതി. അപ്പം എങ്ങനെയൊക്കെയോ അതെന്തോ അതാണ് ഗൈസ് എനിക്ക് ഉളപ്പിയ സാധനം. അപ്പോൾ അതായിരുന്നു എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉളപ്പിയിരുന്നത്. അപ്പം നമുക്കത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ വേറെ ഒരു സാധനമാണ് നമ്മളൊന്ന് സെറ്റാക്കാൻ പോകുന്നത്. മൂന്നാമത്തെ എനിക്കത് എത്ര ബെറ്ററായി തോന്നില്ല വെച്ചെടുക്കാനായിട്ട്. പിന്നെ വേഗം അതും ചെയ്തെടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് അതും ചെയ്തു എടുത്തിട്ടുണ്ട്. ഒന്നും രണ്ടും കറക്റ്റായിട്ട് ഫുള്ളും എടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ടാസ്ക്കാണ്. മൂന്നാമത്തെ ടാസ്ക് കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. നമുക്കെല്ലാം കൂടെ ഒന്ന് കറക്റ്റായിട്ട് എടുക്കണം. എടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മളെല്ലാത്തിലും ഒരു ടെസ്റ്റ് ആണല്ലോ, ആ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക ഒട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് ഒട്ടി. ആ ഒട്ടുന്ന സമയത്തുണ്ടല്ലോ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലേ. എനിക്കത് കുറച്ചും കൂടി നല്ല എല്ലാം ഇഷ്ടമായി. ബട്ട് എനിക്ക് ആ മൂന്നാമത്തെ ആയിരുന്നു കേട്ടോ കൂടുതലും കൂടെ ഒന്ന് ഭംഗി ഉണ്ടായിരുന്നതും എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. ആ ഒരു മിനി ആയിട്ടുള്ള ഒരു സ്റ്റിക്കറും കൂടിയാണ് കേട്ടോ. നല്ലൊരു ക്യൂട്ടായ എസ്തറ്റിക്കും ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കാരണം തന്നെ എനിക്ക് മൂന്നാമത്തത് കുഞ്ഞുമായത് കാരണം എന്നാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് പെറുക്കിയെടുത്തു, കറക്റ്റായിട്ട് എടുത്തു. അതിൻ്റെ എക്സ്ട്രാ പാർട്സൊക്കെ ഉണ്ടാവുമല്ലോ സൈഡ്, ആ എക്സ്ട്രാക്ട്സൊക്കെ ഞാൻ വേഗം ട്വിസേഴ്സും കട്ടറും ഒക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ കറക്റ്റായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാം കൂടെ അതേപോലെ തന്നെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ടെസ്റ്ററിനായിട്ട് പൗച്ചായിരുന്നു ഗൈസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പൗച്ച് എടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് നോക്കി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് എൻ്റെ ഇഷ്ടമുള്ളതായിട്ടുള്ള ഡോളാണ് ഈ ഒരു പിക്ചറാണ് കേട്ടോ, ഈ ഡൂഡു ബോബോ എന്ന് പറയുന്ന ഒരു ഈ പിക്ചർ എനിക്ക് നല്ലൊരു ഇഷ്ടമുള്ള കേട്ടോ. കാരണം അതിൻ്റെ ക്യാരക്ടർ തന്നെ നല്ലൊരു മാസ് ഹീറോൻ്റെ ഒക്കെ പോലെയായിരുന്നു. എനിക്കത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ നെക്സ്റ്റ് ഈ ഒരു പൂച്ചടയോ എന്തൊക്കെയൊക്കെയോ പോലത്തെ ഒരു സാധനം പിക്ചറായിരുന്നു മറ്റേ ഈ ഒരു വെള്ള സാധനം. അത് ഈ ഒരു സാധനം. അപ്പോൾ അതും കൂടെ ഞാൻ പറഞ്ഞില്ലേ ആ മിനി, അതായിരുന്നു എനിക്ക് വളരെ ഇഷ്ടമായിട്ടോ. എനിക്ക് ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒട്ടിച്ചെടുത്ത് നെക്സ്റ്റ് ആ ഡൂഡു ബോബൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദെൻ മൂന്നാമത്തെയാണ് ഞാൻ ഒട്ടിച്ചെടുത്തത്. അപ്പോൾ അതിൻ്റെ ബാക്ക് അപ്പുറത്തെ സൈഡായിരുന്നു ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മുടെ മൂന്നാമത്തെ ആയിട്ട് ഉണ്ടാക്കിയ സാധനം വേറൊരു ഡോള്. അപ്പോൾ അതായിരുന്നു ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇപ്പുറത്തെ സ്പേസിലൊന്നും ഒന്നുമല്ല. ബട്ട് ഇപ്പുറത്ത് തന്നെ രണ്ട് ഭാഗം ഒട്ടിച്ചെടുത്താലോ, രണ്ട് സ്റ്റിക്കർ നമ്മൾ ഫ്രണ്ടിൽ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ബാക്കിൽ ഒട്ടിച്ചെടുക്കാൻ നല്ല ഒരു വാശിയുണ്ടെന്ന് ഞാൻ അപ്പുറത്ത് ഒട്ടിച്ചെടുത്തത്. അപ്പോൾ ഇഷ്ടമുള്ള ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.